അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1445. 16-ാം അധ്യായം സൂറത്തുൻ നഹൽ 1 മുതൽ 4 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أتى أمر الله فلا تستعجلوه سبحانه وتعالى عما يشركون ينزل الملائكة بالروح من أمره على من يشاء من عباده أن أنذروا أنه لا إله إلا أنا فاتقون خلق السماوات والأرض بالحق تعالى عما يشركون خلق الإنسان من نطفة فإذا هو خصيم مبين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. സൂറത്തുൻ നഹൽ, തേനീച്ച എന്നാണ് നഹൽ എന്നതിന്റെ അർത്ഥം. തേനീച്ചയുടെ അധ്യായം എന്നാണ് അതിന്റെ പേര്. ബുദ്ധിമാനും സമർത്ഥനുമായ മനുഷ്യന് പോലും നിരവധി ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ മതിയായ അത്ഭുതങ്ങൾ ഒട്ടനവധി അല്ലാഹു തആല സന്നിവേശിപ്പിച്ചിട്ടുള്ള ഒരു കണ്ണാൽ സാധുവായിട്ടുള്ള ജീവിയാണ് തേനീച്ച. ആ തേനീച്ചയെ സംബന്ധിച്ച് ഇതേ അധ്യായത്തിന്റെ 68-69 സൂക്തങ്ങളിൽ പ്രത്യേകം പരാമർശനം വരുന്നതുകൊണ്ടാണ് ഈ നാമകരണം അഭ്യുതത്തിലായിട്ടുള്ളത്. മനുഷ്യന് നൽകപ്പെട്ട ഒട്ടനേകം അനുഗ്രഹങ്ങളും ഇതേ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനുഗ്രഹത്തിന്റെ അധ്യായം എന്ന പേരും ഈ സൂറത്തിനുണ്ടെന്ന് പണ്ഡിതന്മാരിൽ ചിലർ രേഖപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനവധി പരാമർശനങ്ങൾ തേനീച്ചയുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തിയിട്ടുണ്ട്. 16-ാമത്തെ അധ്യായമാണിത്. മക്കി സൂറകളിൽപ്പെട്ടതാണ്, അഥവാ ഹിജറക്ക് മുമ്പ് അവതരിച്ച സൂറത്തുകളിൽപ്പെട്ടതാണ്. 128 സൂക്തങ്ങളാണ് ഈ അധ്യായത്തിൽ അടങ്ങിയിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും പറഞ്ഞ് അനുഗ്രഹം തേടിക്കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. അതാ അംറുല്ലാഹി, അള്ളാഹുവിന്റെ കൽപ്പന വന്നിരിക്കുന്നു. അതിനാൽ ഫലാ തസ്താജിലൂഹു, നിങ്ങൾ അതിനെ ധൃതി കാണിക്കരുത്. എപ്പോഴാണത് വരികയെന്ന് ചോദിച്ച് വെറുതെ നേരം കളയണ്ട. സുബ്ഹാനഹു, അല്ലാഹുവിന്റെ പരിശുദ്ധി ഞാൻ വാഴ്ത്തുന്നു. തആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്ന ദൈവങ്ങളെ തൊട്ടെല്ലാം അല്ലാഹു എത്രയോ ഉന്നതനാകുന്നു. യുനസ്സിലുൽ മലായികത, അല്ലാഹു തആല മലക്കുകളെ ഇറക്കുന്നു. ബിർറൂഹി മിൻ അംരിഹി, തന്റെ കൽപ്പനകളിൽ നിന്നുള്ള സന്ദേശത്തോടുകൂടെ. അലാ മൻ യശാഉ മിൻ ഇബാദിഹി, തന്റെ അടിമകളിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവരുടെ മേലിൽ അല്ലാഹു തആല മലക്കുകളെ അവതരിപ്പിക്കുന്നു. ആ മലക്കുകളെ അവതരിപ്പിച്ചുകൊണ്ട് നൽകുന്ന സന്ദേശങ്ങളുടെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്താ? അൻ അൻസിറു, നിങ്ങൾ താക്കീതു നൽകണം ജനങ്ങൾക്ക്. അന്നഹു ലാ ഇലാഹ ഇല്ല അന, ഞാൻ മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹനുള്ളൂ. ഫത്തഖൂൻ, അതുകൊണ്ട് എന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം എന്നു താക്കീത് നൽകുക എന്ന് അറിയിച്ചുകൊണ്ടാണ് അല്ലാഹു തആല മലക്കുകളെ ദൂതന്മാരുടെ അടുത്തേക്ക് നിയോഗിക്കുന്നത്. ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ്, അല്ലാഹു തആല ആകാശങ്ങളെയും ഭൂമിയെയും സത്യസമേതം സൃഷ്ടിച്ചിരിക്കുന്നു. ചുമ്മാ ഒരു ആസൂത്രണമല്ലാതെ വെറുതെ അങ്ങ് പഠിച്ചതല്ല, അതിന്റെ പിന്നിൽ പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. തആല അമ്മാ യുശ്രികൂൻ, അവരാ അള്ളാഹുവിനോട് പങ്കുചേർക്കുന്ന വസ്തുക്കളെ തൊട്ടെല്ലാം അള്ളാഹു എത്രയോ ഉന്നതനായിരിക്കുന്നു. അവയും പഠിച്ചവനായിട്ട് ഒരു കമ്പാരിസവും ഇല്ല എന്നർത്ഥം. ഖലഖൽ ഇൻസാന മിൻ നുത്ഫത്തിൻ, മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് സൃഷ്ടിച്ചു. ഫൈദാ ഹുവ ഖസീമും മുബീൻ, എന്നിട്ടിപ്പോൾ അവൻ വ്യക്തമായ താർക്കികനായിരിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞു.
നമ്മുടെ ജീവിതത്തിലും ചിന്തയിലും പ്രധാനമായി കടന്നു വരേണ്ട ഒട്ടനവധി കാര്യങ്ങളുടെ വിഷയങ്ങളിലേക്ക് സൂചന നൽകിക്കൊണ്ടുള്ള സൂക്തങ്ങളാണ് ഇവിടെ പറഞ്ഞത് തന്നെ. ഒന്നാമതായി അത്താ അമ്രുള്ള, അള്ളാഹുവിന്റെ കൽപ്പന വന്നിരിക്കുന്നു. വരുമെന്നുറപ്പുള്ള ഒരു സംഗതിയെക്കുറിച്ച് വന്നു എന്ന അർത്ഥത്തിൽ പരാമർശിക്കുകയാണ് ഇവിടെ. കഴിഞ്ഞ അധ്യായത്തിലും നമ്മൾ പറഞ്ഞ ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും എന്ന് അല്ലാഹു തആല സൂറത്തുൽ അംബിയാഇന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെയുള്ള ഒരു പരാമർശനമാണ് ഇവിടെയും നടത്തുന്നത്. കൽപ്പന വന്നു എന്ന് പറഞ്ഞാൽ വരുമെന്ന് ഉറപ്പുള്ളൊരു സംഗതിയെ വന്നതായി അവതരിപ്പിച്ചതാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറഞ്ഞു, യുഖ്ബിറു തആല അൻ ഇഖ്തിറാബിസ് സഅത്തി വദുനുബിഹാ മുഅബ്ബറൻ ബിസീഗത്തിൽ മാളി അദ്ദാലി അല തഹഖുഖി വൽ വുഖൂഇ ലാ മഹാല. അല്ലാഹു സുബ്ഹാനഹു വ തആല വരാനിരിക്കുന്ന അന്ത്യനാളിനെ അത് അടുത്തെത്തി എന്ന് തോന്നിപ്പിക്കാനും നമുക്ക് മനസ്സിലാക്കി തരാനും വേണ്ടി യഥാർത്ഥത്തിൽ തന്നെ അത് വന്നു കഴിഞ്ഞു എന്നതിലേക്ക് സൂചന നൽകാവുന്ന പദപ്രയോഗം അല്ലാഹു നടത്തി. ആ പദപ്രയോഗം നടത്തിയത് എന്തിനാണ്? അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യും, ഒരിക്കലും തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആർക്കും സാധിക്കില്ല എന്നൊരു ഉറപ്പിലേക്ക് സമൂഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കാനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് മനസ്സിലാക്കണം. അതാണ് അത്താ അമ്റുല്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പന വന്നിരിക്കുന്നു. അഥവാ ഈ ലോകം നശിക്കാനും മറ്റൊരു ലോകം ആരംഭിക്കാനും അല്ലാഹു തആലാന്റെ തീരുമാനം വന്നിരിക്കുന്നു, അന്ത്യനാൾ വരിക തന്നെ ചെയ്യും എന്നർത്ഥം. ഫലാ തസ്തഅജിലൂഹു, അതുകൊണ്ട് നിങ്ങൾ അവനോട് ധൃതിപ്പെട്ട് ആവശ്യപ്പെടേണ്ടതില്ല. എപ്പോഴാണ് ഈ ഖിയാമത്ത് എന്ന് ചോദിക്കണ്ട. അങ്ങനെ മക്കത്തെ മുശ്രിക്ക് ഉൾപ്പെടെ പ്രവാചകന്മാരുടെ എതിരാളികൾ പലപ്പോഴും ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ആ ചോദ്യം ചെയ്യേണ്ട, നിങ്ങൾ ചോദിക്കണ്ട, ധൃതിപ്പെട്ട് ആവശ്യപ്പെടണ്ട. എവിടെയാ ശിക്ഷ, അല്ലെങ്കിൽ എവിടെയാണ് അന്ത്യനാള്, എവിടെയാണ് ലോകം നശിക്കൽ, അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണട്ടെ, ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ സാധാരണ അവർ പറയാറുണ്ട്. അത്തരത്തിലുള്ള പൊറാട്ട നാടകങ്ങളൊന്നും ആവശ്യമല്ല, അതതിന്റെ കൃത്യമായ ടൈമിൽ വരിക തന്നെ ചെയ്യും എന്നർത്ഥം. ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാമല്ലോ, വയസ്തഅജിലൂനക ബിൽ അദാബി വലൗലാ അജലും മുസമ്മൻ ലജാഅഹുമുൽ അദാബ് വലയഅതിയന്നഹും ബഗ്തതൻ വഹും ലാ യശ്ഉറൂൻ يستعجلونك بالعذاب وإن جهنم لمحيطة بالكافرين. സൂറത്തുൽ അൻകബൂത്തിന്റെ 53-54 സൂക്തങ്ങളിൽ അല്ലാഹു തആല പറഞ്ഞത് കാണാം, ശിക്ഷ പെട്ടെന്ന് വരട്ടെ എന്ന് ധൃതിപ്പെട്ട് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനൊക്കെ ഒരു നേരോ കാലമൊക്കെ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ചതിന് മുമ്പ് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് ഇപ്പൊ വരാത്തത്. എന്നാൽ അവർ പോലും നിലച്ചിരിക്കാത്ത നേരത്ത് പെട്ടെന്നായിരിക്കും അത് വരിക. ആ ശിക്ഷ എത്രയും പെട്ടെന്ന്, എവിടെ ശിക്ഷ എന്ന് ചോദിക്കുന്ന ആളുകൾ വാസ്തവത്തിൽ അവരെ കാത്തിരിക്കുന്നത് ജഹന്നം എന്ന നരകത്തിലെ അവർ പ്രവേശിച്ച് ആ തീ അത് അവരെ അനാവരണം ചെയ്യുന്ന ഒരു ദയനീയമായ രംഗത്തിനാണ് എന്നുണ്ടോ ഇവരറിയുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ തന്നെ ചോദിച്ചതുപോലെയുള്ള ഒരു പരാമർശനമാണ് അല്ലാഹു ഇവിടെയും പറയുന്നത്. അത്താ അമ്റുല്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പന വന്നിരിക്കുന്നു. ഫലാ തസ്തഅജിലൂഹു, അതുകൊണ്ട് അവനോട് നിങ്ങൾ അന്ത്യനാളിനെ നിങ്ങൾ ധൃതിപ്പെട്ട് ആവശ്യപ്പെടണ്ട എന്നും അല്ല, അള്ളാഹിനോട് നിങ്ങളത് പെട്ടെന്നാക്കി തരണമെന്ന് പറയേണ്ടതില്ല എന്നും രണ്ടു വ്യാഖ്യാനങ്ങളും പണ്ഡിതന്മാർ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. സത്യനിഷേധികൾ വാസ്തവത്തിൽ അതിനെ ആക്ഷേപത്തോടുകൂടെ, അത് വരില്ല എന്ന നിഷേധത്തോടുകൂടാണ് പെട്ടെന്ന് ആവശ്യപ്പെടുന്നതെങ്കിൽ, സത്യവിശ്വാസികളാവട്ടെ പടച്ചോനെ അന്ത്യനാൾ വരുമല്ലോ, അവർക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ട് തന്നെ ആ അന്ത്യനാൾ വന്നാൽ ഞാൻ വിചാരണക്ക് വിധേയമാക്കപ്പെടുമല്ലോ, അതുകൊണ്ട് ആ വിചാരണയുടെ സമയത്ത് സന്തോഷമുള്ള റിസൾട്ട് എനിക്ക് ലഭിക്കുന്നതിന് വേണ്ടി പരമാവധി അധ്വാനിക്കണമല്ലോ, പണിയെടുക്കണമല്ലോ എന്ന ചിന്തയോടെ അവർ കാര്യഗൗരവത്തോടുകൂടെ വിഷയത്തെ വീക്ഷിക്കുന്നവരാണ്. ഉദാഹരണമായി ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, ഇവിടെ സൂറത്ത് ശൂറായുടെ 18-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, يستعجل بها الذين لا يؤمنون بها والذين آمنوا مشفقون منها ويعلمون أنها الحق ألا إن الذين يمارون في الساعة لفي ضلال بعيد. സത്യനിഷേധികളായിട്ടുള്ള വിശ്വാസികളല്ലാത്തവർ അവർ ഈ അന്ത്യനാളിനെ പെട്ടെന്ന് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ വല്ലദീന ആമനു മുശ്ഫിഖൂന മിൻഹാ, ആ നാള് വരുമല്ലോ എന്ന ഭയത്തിലാണ് വിശ്വാസി. കാരണം എന്താ, ആ നാളൊരു കുട്ടിക്കളിയായിട്ട് വരുന്നതല്ല,
ചുമ്മാ വന്നു പോകാനുള്ളതുമല്ല. അത് മനുഷ്യന്റെ വിജയപരാജയത്തിന്റെ ഭാഗതയെ നിർണയിക്കാനുള്ള നിർണായകമായ സന്ദർഭമാണ്. അപ്പൊ ആ സന്ദർഭം വരുന്ന സമയത്ത് ഞാൻ എന്തു ചെയ്യും പടച്ചവനെ, എനിക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് പരമാവധി നന്മയുടേതായിട്ടുള്ള ലോകത്ത് സ്വൈരവിഹാരം നടത്താനുള്ള പണിയിലേക്കാണ് അവർ കടക്കുന്നത്. എന്നാൽ നിഷേധികളാവട്ടെ ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്, ഈ ലോകത്തിനൊരു നാശം വരാനില്ല, മറ്റൊരു ലോകം വരാനില്ല, അഥവാ അങ്ങനെ ഒരു ലോകം വന്നാൽ തന്നെ ആ ലോകത്ത് നമ്മൾ പുനർജനിപ്പിക്കപ്പെടുകയില്ല, കാരണം മണ്ണിൽ ലയിച്ചതിന് ശേഷം നമ്മളെ എങ്ങനെ ജനിപ്പിക്കാനാണ് എന്ന വിദണ്ഡവാദമായിരിക്കും അവർ ഉന്നയിക്കുക എന്നൊക്കെയാണ് അല്ലാഹു തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. അതാണ് അതാമ്രുള്ള, അള്ളാഹുവിന്റെ കൽപ്പന വന്നിരിക്കുന്നു, ഫലാ തസ്തഅജിലൂഹു, അതുകൊണ്ട് നിങ്ങൾ അതിനെ ധൃതിപ്പെട്ട് ആവശ്യപ്പെടണ്ട. സുബ്ഹാനഹു, അള്ളാഹുവിന്റെ പരിശുദ്ധി ഞാൻ വാഴ്ത്തുന്നു. വതആല അമ്മാ യുശ്രികൂൻ, അള്ളാഹുവിനോട് അവർ പങ്കുചേർക്കുന്ന എല്ലാ അഭിനവ ദൈവങ്ങളെ തൊട്ടും അള്ളാഹു എത്രയോ ഉന്നതനാണ് എന്ന് പറഞ്ഞാൽ, പടച്ചവനോട് അതേ സാമ്യമുള്ള അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ആരാധന, അത് ലഭിക്കാൻ മാത്രം യോഗ്യതയുള്ള ദൈവങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ബിംബങ്ങളെ ആരാധിക്കുന്നവർ, വാസ്തവത്തിൽ ആ ബിംബങ്ങളും പടച്ചവനും തമ്മിൽ യാതൊരു താരതമ്യമല്ല. ആ ബിംബങ്ങൾക്ക് പടച്ച തമ്പുരാന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊന്നിനോട് പോലും എന്തില്ല, ഏതെങ്കിലും ഒരു ഗുണത്തോട് പോലും അടുത്തെത്താൻ സാധിക്കുന്ന സംവിധാനം അവർക്കില്ല. അതുകൊണ്ട് തന്നെ അവരെ ആരാധിക്കുന്ന അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ തൊട്ടെല്ലാം അള്ളാഹു എത്രയോ ഉന്നതനാണ് എന്ന് പറഞ്ഞാൽ, പടച്ചവനും ഈ ദൈവങ്ങളും തമ്മിൽ ഒരു തുലനവുമില്ല, ഒരു കമ്പാരിസവും സാധ്യമല്ല. എന്നിരിക്കെ അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ആരാധന ഈ കീഴ്ദൈവങ്ങൾക്ക് നൽകുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം ആക്ഷേപാർഹമായിട്ടുള്ള ബുദ്ധിശൂന്യമായിട്ടുള്ള ഒരു പരിപാടിയാണ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, യുനസ്സിലുൽ മലായികത ബിർറൂഹി മിൻ അംരിഹി, അല്ലാഹുവിന്റെ കൽപ്പനകളിൽ നിന്നുള്ള സന്ദേശം മുഖേന മലക്കുകളെ അല്ലാഹു തആല ഇറക്കുന്നു. ഇവിടെ റൂഹ് എന്നതിന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശം വഹയ് എന്നാണ്, ദിവ്യ സന്ദേശം. ആ അല്ലാഹുവിന്റെ കൽപ്പനകളാകുന്ന ദിവ്യ സന്ദേശങ്ങളുമായി മലക്കുകളെ അല്ലാഹു ഇറക്കുന്നു. അലാ മൻ യശാഉ മിൻ ഇബാദിഹി, തന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു വഹയ് നൽകേണ്ടത് ആർക്കാണ്, അതേപോലെ വഹയ് അല്ലാത്ത സന്ദേശങ്ങളും ചിലർക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. മറിയം ബീവി റളിയല്ലാഹു അൻഹക്ക്, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മക്ക്, അതേപോലെ തന്നെ തേനീച്ചക്ക് ഒക്കെ അല്ലാഹു തആല സന്ദേശം നൽകിയത് പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു തആല പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആ വഹയ്, ആ പറഞ്ഞ എല്ലാ സന്ദേശങ്ങളും ഇതിൽ പൊതുവായി ഉൾപ്പെടുത്താം. പ്രത്യേകിച്ചും അള്ളാഹുവിന്റെ പ്രവാചകന്മാരായിട്ടുള്ള നബിമാർക്ക് അള്ളാഹു തആല നൽകുന്നത് വഹയ് എന്ന സാങ്കേതികമായിട്ടുള്ള ദിവ്യ സന്ദേശം. ആ സന്ദേശവുമായിട്ട് അള്ളാഹു തആല മലക്കുകളെ ഇറക്കുന്നു. ആരുടെ മേലിൽ? അലാ മൻ യശാഉ മിൻ ഇബാദിഹി, തന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ. അള്ളാഹു തആല ആകാശത്തുനിന്ന് ഒരു സന്ദേശം നൽകാൻ മലക്കുകളെ ഇറക്കുന്നുണ്ടെങ്കിൽ അതെന്തേ ഞങ്ങൾക്ക് കിട്ടാതിരുന്നത്? ഞങ്ങൾക്ക് കിട്ടാത്ത സ്ഥിതിക്ക് അങ്ങനെ ഒരു സന്ദേശമല്ല എന്ന ബുദ്ധിമോശം പറയണ്ട, അങ്ങനത്തെ ഒരു നിഷേധവും കണ്ണുപൊട്ടുന്ന വർത്താനവും പറയണ്ട. കാരണം എന്താ, ആർക്കാണ് ഈ സന്ദേശം നൽകപ്പെടാൻ യോഗ്യതയുള്ളത് എന്ന് അള്ളാഹുവിനറിയാം. ആ യോഗ്യരായിട്ടുള്ള ആളുകളെ അള്ളാഹു തആലയാണ് സെലക്ട് ചെയ്യുന്നത്. അവർക്ക് മാത്രമേ അവന് സന്ദേശം നൽകുകയുള്ളൂ. അതുകൊണ്ട് അത്തരം സന്ദേശത്തിന് അള്ളാഹു തആല പരിഗണിച്ചവരുടെ മഹത്വവും അവരുടെ പ്രത്യേകതയും മനസ്സിലാക്കി അവരുടെ കൂടെ കട്ടക്ക് നിൽക്കാനുള്ള സന്മനസ്സാണ്, അതിനാവശ്യമായിട്ടുള്ള ഒരു ഊർജ്ജസ്വലതയാണ് മനുഷ്യൻ കാണിക്കേണ്ടത്. അതിനു പകരം അവർക്ക് സന്ദേശം കിട്ടി എന്ന യാഥാർത്ഥ്യത്തെ നിരാകരിക്കാൻ എനിക്ക് കിട്ടിയില്ല എന്ന വിദണ്ഡവാദം ഉന്നയിക്കുന്നത് അങ്ങേയറ്റം ബുദ്ധിശൂന്യമായിട്ടുള്ള ഒരു നിലപാട് ആണ് എന്നാണ് അള്ളാഹു തആലയോട് ഉണർത്തുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു അവന്റെ സന്ദേശം അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ അവൻ അവതരിപ്പിക്കും മലക്കുകളിലൂടെ. അപ്പൊ ആ സന്ദേശം കിട്ടാത്തവർ കിട്ടിയവരെ പിന്തുണക്കുന്നതിന് പകരം ഞങ്ങൾക്ക് കിട്ടാത്ത സ്ഥിതിക്ക് അത് ആർക്കും കിട്ടിയെന്ന് സമ്മതിക്കില്ല എന്ന വാദം ഉന്നയിക്കുന്നത് അങ്ങേയറ്റം വിചിത്രമാണ് എന്നർത്ഥം. എന്നിട്ട് അള്ളാഹു പറയാണ്, എന്താണ് അള്ളാഹു തആല അവനുദ്ദേശിക്കുന്ന അടിമകളുടെ മേലിൽ സന്ദേശമായിട്ട് മലക്കുകളെ ഇറക്കിയിട്ട് പറയണത്? അൻദിറു, നിങ്ങൾ ജനങ്ങൾക്ക് താക്കീത് നൽകുക, അന്നഹു ലാ ഇലാഹ ഇല്ലാ അനാ, നിശ്ചയം ഞാൻ മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് താക്കീത് നൽകുക. ഫത്തഖൂൻ, അതിനാൽ എന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും നിങ്ങൾ സൂക്ഷിക്കണം. അള്ളാഹു മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹനുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ നൽകുന്ന സന്ദേശങ്ങൾ എന്താണ്, നിർദ്ദേശങ്ങൾ എന്താണ്, അവൻ വിലക്കുന്ന വിലക്കുകൾ എന്തൊക്കെയാണ്
എന്നു മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാനും അവനെ മാത്രം ആരാധ്യനായി കാണാനും നിങ്ങൾ തയ്യാറാവണം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ അടുത്തേക്ക് നിയോഗിക്കുന്നത് എന്നാണ് അല്ലാഹു പറയുന്നത്. എന്നിട്ട് അല്ലാഹു തആല ഇങ്ങനെ അയക്കാൻ മാത്രമൊക്കെ പടച്ചതമ്പുരാന് സാധിക്കുമോ എന്നതും അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയാൻ മാത്രം എന്തെങ്കിലും സംഗതി ഉണ്ടോ എന്നുമൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ അല്ലാഹു തആല പ്രകൃതിയിലെ തെളിവുകൾ പറയുകയാണ്. ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ്, അല്ലാഹു ആകാശങ്ങളെയും ഭൂമിയെയും സത്യസമേതം പടച്ചിരിക്കുന്നു. സത്യസമേതം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ നല്ലൊരു ലക്ഷ്യമുണ്ട്. അഥവാ അല്ലാഹുവിന്റെ ശക്തി മനസ്സിലാക്കി അവനെ വിശ്വസിക്കലാണത്. ആകാശങ്ങളെയും ഭൂമിയെയും സത്യസമേതം അവൻ പടച്ചിരിക്കുന്നു. അതൊരു അനാസൂത്രിതമായി അതേപോലെ തന്നെ പെട്ടെന്ന് എന്തോ ഒരു തമാശക്കുണ്ടാക്കിയതല്ല. അതിന്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. തആല അമ്മാ യുശ്രികൂൻ, അവർ അള്ളാഹുവിനോട് പങ്കുചേർക്കുന്ന എല്ലാ ദൈവങ്ങളെ തൊട്ടും അള്ളാഹു എത്രയോ ഉന്നതനാകുന്നു. അതായത് ആ ദൈവങ്ങളും പടച്ചവനായിട്ട് യാതൊരു താരതമ്യമല്ല എന്ന് നേരത്തെ പറഞ്ഞതിന് അള്ളാഹു തആല ആവർത്തിച്ചിരിക്കുകയാണ്. ശിർക്കിന്റെ ഗൗരവവും ബുദ്ധിശൂന്യതയും അത് കാണിക്കാനാണ് വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് പേർത്തും പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ആകാശങ്ങളും ഭൂമിയും അള്ളാഹുവാണ് പടച്ചത്. ആ ആകാശങ്ങളെ പടക്കുന്നതിലോ ഭൂമി പടക്കുന്നതിലോ യാതൊരു പങ്കാളിത്തവും ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷനും ആർക്കില്ല. ഇവര് ദൈവങ്ങളാണെന്ന് പറയുന്നവക്കില്ല. അപ്പൊ ഇതിലൊന്നും ഒരു പങ്കാളിത്തവും ഇല്ലാത്ത ഈ സാധനങ്ങളെ ഇതെല്ലാം കുറ്റമറ്റ രീതിയിൽ സംവിധാനിച്ച് പരിപാലിക്കുന്ന യജമാനനായ നാഥനോട് തുലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിശൂന്യമായ നിലപാടല്ലേ? അങ്ങേയറ്റം കാടത്തമല്ലേ അത്? യോഗ്യനായ ആളൊരു ഭാഗത്ത്, ഒരു യോഗ്യതയുമില്ലാത്തവൻ മറുഭാഗത്ത്, എന്നിട്ട് ഒരു യോഗ്യതയുമില്ലാത്തവനെ യോഗ്യന്റെ കൂടെ ഇരുത്തണം എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? അവർക്ക് കിട്ടുന്നതൊക്കെ ഇവർക്കും കിട്ടണം എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? അതാണ് അല്ലാഹു തആല പറയുന്നത്, ആകാശങ്ങളെയും ഭൂമിയെയും സത്യസമേതം അള്ളയാണ് പഠിച്ചത്, അള്ളാഹു അല്ലാത്തവരൊന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഇവർ പങ്കുചേർക്കുന്ന ആ ദൈവങ്ങളെ തൊട്ടെല്ലാം അള്ളാഹു എത്രയോ ഉന്നതനാണ് എന്ന് പറഞ്ഞാൽ അവരുടെ അള്ളാഹുവിലേക്ക് ചേർത്ത് അവന്റെ നാലയലത്ത് പരാമർശിക്കാൻ പറ്റിയ സംഗതികളല്ല അവരുടെ ദൈവങ്ങൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഈ മനുഷ്യന്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഖലഖൽ ഇൻസാന, മനുഷ്യനെ അല്ലാഹു പടച്ചിരിക്കുന്നു മിൻ നുത്ഫത്തിൻ, ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്. ഇന്ദ്രിയത്തുള്ളി കണ്ടാൽ അറപ്പ് തോന്നാവുന്ന ഒട്ടലുള്ള ആ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് അല്ലാഹു തആല മനുഷ്യനെ പടച്ചു. ഫൈദാ ഹുവ ഖസീമുൻ മുബീൻ, എന്നിട്ട് അവൻ വ്യക്തമായ താർക്കികനായി മാറിയിരിക്കുന്നു. ഇവരുമൊരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അതിന്റെ വിനയവും അതേപോലെ തന്നെ താഴ്മയും കാണിക്കുന്നതിന് പകരം ആ സൃഷ്ടിച്ച അള്ളാഹുവിനെ തന്നെ ചോദ്യം ചെയ്യാൻ വളർന്നിരിക്കുന്നു എന്ന ഒരു മിഥ്യാധാരണ അവന്റെ മനസ്സിൽ വരികയും അതിനനുസരിച്ചുള്ള തർക്കങ്ങളുമായി അവൻ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അങ്ങേയറ്റം മോശമായിട്ടുള്ളൊരു നിലപാടാണിത് എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത് ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് മനുഷ്യനെ പടച്ചു എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ദുർബലവും അതോടൊപ്പം തന്നെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ മ്ലേച്ഛമായി നമുക്ക് തോന്നുന്നതും ഒരു വിലയുമില്ലാത്തതുമായിട്ടുള്ള സാധനത്തിൽ നിന്നാണ് മനുഷ്യൻ പടക്കപ്പെട്ടത്. എന്നിട്ടും അവനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും അള്ളാഹു ഭൂമിയിൽ ഒരുക്കി കൊടുത്തിട്ട് ഇതൊക്കെ ഒരുക്കി കൊടുത്ത നാഥനെ വെല്ലുവിളിക്കാൻ, അവന്റെ കൽപ്പനകളെ നിരാകരിക്കാനും ധിക്കരിക്കാനുമൊക്കെ മനുഷ്യൻ സമയം കണ്ടെത്തുന്നു, അല്ലെങ്കിൽ അവൻ അള്ളാഹുവിന് എതിരിൽ നിലകൊള്ളുന്നു എന്നത് അങ്ങേയറ്റം ആശ്ചര്യമുണ്ടാക്കുന്നതും വളരെ ഗുരുതരവുമായിട്ടുള്ള സംഗതിയാണ്. എന്നിട്ട് അള്ളാഹുവാണ് ഇതൊക്കെ ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ടും ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ സാധിക്കാത്ത വസ്തുക്കളെ പടച്ചവനോട് തുല്യപ്പെടുത്തി അവകളൊക്കെ ആരാധ്യന്മാരാണ് എന്ന് പറയുന്നത് അങ്ങേയറ്റം മോശമായിട്ടുള്ള നിലപാടാണ്, പരിഹാസ്യമായ ഒരു പരിപാടിയാണത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. അതാ താർക്കികനായിരിക്കുന്നു അവൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹു മാത്രമേ ആരാധ്യനുള്ളൂ, അവനെ മാത്രം ആരാധിക്കണം എന്ന് പ്രവാചകന്മാരോട് അല്ലാഹു തആല സന്ദേശം നൽകി. നിങ്ങളിവിടെ ചെയ്യുന്നതിനെല്ലാം നിങ്ങൾക്ക് വിചാരണയുടെ നാളിൽ നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് പ്രതിഫലം തരുമെന്നും അള്ളാഹു പറഞ്ഞു. അവ പുനർജനിപ്പിക്കാൻ കഴിയില്ല എന്ന വിദണ്ഡവാദവും അതേപോലെ അള്ളാഹുവിന് പങ്കാളികളെ സ്ഥാപിക്കുന്ന അങ്ങേയറ്റം പ്രതിഷേധാർഹമായ വാദവും അവർ ഉന്നയിച്ചു. ഇത് തെറ്റാണെന്ന് അള്ളാഹു സൂചിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അവന്റെ തൗഹീദ്,
അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.